ജനങ്ങൾക്ക് മുണ്ടക്കായി പ്രദേശം വാസോഗ്യമല്ല ഏത് റിസോർട്ടുകാർക്കാണ് ഈ ഗവൺമെന്റ് കൂട്ടി നിൽക്കുന്നത്? മുണ്ടക്കായി ജനവാസമല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇനി പോയി നിൽക്കാന്ന് ഏത് റിസോർട്ടുകാരെ സംരക്ഷിക്കണേ ഗവൺമെന്റ്? ഏത് റിസോർട്ടുകാരെ ഗവൺമെന്റ് സംരക്ഷിക്കണേ? ഏത് റിസോർട്ടുകാരെ ഗവൺമെന്റ് സംരക്ഷിക്കണേ? മുണ്ടക്കായി ജനവാസം അല്ലാന്ന് പറഞ്ഞതാ. ഇനി അവിടെ പോയി നിൽക്കാന്ന് ഏത് റിസോർട്ടുകാരാ ഗവൺമെന്റ് സംരക്ഷിക്കുന്നത്? ഏത് റിസോർട്ടുകാരെ സംരക്ഷിക്കുന്നത്? സർക്കാരിന് ദുരന്തബാധിതരുടെ പുനരധിവാസം അല്ല ആവശ്യം, റിസോർട്ടുകാരുടെ പുനരധിവാസം അവരുടെ ആവശ്യം. കാരണം പുത്തുമലയിൽ 2019 ഉരുൾപൊട്ടിയതാ, അവിടെ ഇന്ന് വരെ വൈദ്യുതി നൽകിയിട്ടില്ല. മുണ്ടക്കയിൽ പോസ്റ്റ് വലിക്കുക സർക്കാർ. എന്താ കാരണം? ഈ സർക്കാരിൽ വലിയൊരു ശക്തിക്ക് പങ്കുണ്ട്. ഈ റിസോർട്ടായിട്ട് ബന്ധപ്പെട്ട് മുണ്ടക്കയിൽ ദുരന്തബാധിതരെ സംരക്ഷിക്കാനല്ല സർക്കാർ ശ്രമിക്കുന്നത്, റിസോർട്ടുകാരെ പുനരധിവസിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. നോക്കി നിങ്ങൾ മുണ്ടക്കയിൽ നടക്കുന്നതാണ്. അട്ടമലയിൽ കേവലം 10-32 കുടുംബങ്ങളേ ഉള്ളൂ. ഈ പാലത്തിന് മാത്രം 35 കോടി രൂപ വേണം. പാലത്തിന് മാത്രം 35 കോടി രൂപ. ആ ആളുകളെയും കൂടി പുനരധിവാസത്തിൽ എന്തുകൊണ്ട് ഗവൺമെന്റ് ഉൾപ്പെടുത്തുന്നില്ല? ഈ മഴക്കാലമായ ഈ ബെയിലി പാലം എടുത്തു പോകും. ഈ അട്ടമലക്കാരെന്ത് ചെയ്യും? പടവെട്ടിക്കുന്നുകാരി ഇവര് ഈ പണം ഉപയോഗിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഈ പുനരധിവസിപ്പിക്കേണ്ട ആളുകളെ പടവെട്ടിക്കുന്നവർക്ക് ശ്മശാനത്ത് കൂടെ പോകേണ്ടത്. നിങ്ങളാരും അവരുടെ ബാക്കിയുള്ളവർ മരിച്ചുപോയ അവരുടെ മേലെ കൂടെ ചവിട്ടിയിട്ട് വേണം പടവെട്ടിക്കുന്നവർ പോകാൻ. അട്ടമലക്കാരുടെ സ്ഥിതി എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇങ്ങനെയുള്ള ഭയപ്പെട്ട് ഞങ്ങൾ പണ്ടൊക്കെ മുണ്ടക്കയിൽ ദുരന്തം ഉണ്ടായ സമയത്ത് എന്താ സംഭവിച്ചത് നിങ്ങളറിയോ? മുണ്ടക്കയിലെ ദുരന്തം എന്റെ വീടിന് 1/2 കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടിലാ വന്നത്. ഇതുപോലെ തന്നെ പടവെട്ടിക്കുന്നവരും ഉണ്ട് അട്ടമലക്കാരൊക്കെ. കൂടുതലും കെട്ടും സമരം നടത്തി ആര് തടഞ്ഞാലും പറ്റില്ല. ഞങ്ങൾക്ക് എല്ലാം പോയ ആളുകളാ. മുണ്ടക്കായിൽ താമസിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞതാ. പിന്നെ രണ്ടാമത് റിസോർട്ടുകാർക്ക് വേണ്ടിയിട്ട് കുടപിടിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ ആളുകളുണ്ട്. അത് ഞങ്ങൾ സമ്മതിക്കൂല, ഒരിക്കലും സമ്മതിക്കൂല. 5 സെന്റ് ഭൂമിയുണ്ട് എനിക്ക്, 6 സെന്റ് ഭൂമിയുണ്ട്. ഇന്ന് വരെ വീടുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഒളിച്ചുപോയി. ഇന്ന് വരെ ലിസ്റ്റിൽ വരാത്ത ആളാ. 5 സെന്റ് 10 സെന്റും പിന്നെ കിണർ കുത്തിയ ആളുകൾ എന്ത് ചെയ്യും? ഈ ഇന്ത്യരാജ്യത്ത് 5 സെന്റ് സ്ഥലമല്ല നമുക്ക്. ഗവൺമെന്റ് എന്താ നമുക്ക് തരുന്നത്? കൃഷിഭവനിൽ കയറി ഇറങ്ങാത്ത ദിവസങ്ങളില്ല ഞങ്ങള്. ഇത് ആരൊക്കെ ഞങ്ങൾ പറയാം, പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പരാജയമാണ്. മുണ്ടക്കായിൽ കറണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. മുണ്ടക്കായിൽ കറണ്ട് വലിക്കുന്നുണ്ട്. അല്ലാണ്ട് ഇത്രയും ജനങ്ങൾ മുണ്ടക്കായിൽ ചൂരൽമലയിൽ വന്ന് താമസിക്കാൻ വേണ്ടി സർക്കാർ പറയുന്നുണ്ട്. സർക്കാർ പറയുന്നുണ്ടെങ്കിൽ ഉരുൾപൊട്ടിയ അന്ന് മുതൽ മുഖ്യമന്ത്രിക്ക്, കലക്ടർക്ക്, പ്രധാനമന്ത്രിക്ക്, MLAക്ക് ഈ കൊടുത്ത ലിസ്റ്റുകളാണ് 10-12. ആരാന്റെ 8 ക്ലാസ് കഴിഞ്ഞിട്ട് 1 ഉറുപ്പ്യ 10 ഉറുപ്പ്യ കിട്ടിയിട്ട് അതിന്റെ പൈസ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഓരോ ആൾക്കാരുടെ കയ്യിലും കൊടുത്തിട്ട് ഇന്ന് വരെ ഇവിടെ വരുന്ന ഇത്രയും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് 1 ഗ്ലാസ് വെള്ളം കൊടുക്കാൻ ഈ ടൗണിൽ താൽക്കാലികമായിട്ട് ഒരു കറണ്ട് തരുന്നതല്ല കയ്യും കാലം പിടിച്ച് ഇന്ന് വരെ കിട്ടിയില്ല. ഈ പേപ്പറുകളാണ് ഈ കിടക്കുന്നത്, ഓരോരുത്തർക്കും കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഈ നാട്ടിലെ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങള് മുഖ്യമന്ത്രിയായാലും പ്രതിനിധികളായാലും കാര്യമായി കണക്കിലെടുത്തുകൊണ്ട് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട എല്ലാവരോടും, മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രിയോടും MLAനോടും പ്രതിനിധികളോടും ഈ പറഞ്ഞ ഏമാനമായ പോലീസുകാരോടും ഞങ്ങളോട് പറയണേ. ഞങ്ങളെ മൗലിക അവകാശങ്ങളാണ്. ഞങ്ങൾ മൗലിക അവകാശങ്ങൾ നേടുന്നത് വരെ ഞങ്ങൾ ജീവൻ കൊടുത്ത് ഞങ്ങളിവിടെ പോരാടുക തന്നെ ചെയ്യും. ഈ ബിൽഡിംഗ് ഇന്ന് വരെ ഒറ്റ ബിൽഡിങ്ങിൽ പോലും കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഇതുകൊണ്ട് ഓരോ വ്യക്തികൾക്കും കൊടുത്ത കറണ്ടുകളാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് താൽക്കാലികമായി ജീവിക്കാൻ ഒരു കറണ്ട് വേണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താൽക്കാലികമായിട്ട് ഓരോ സ്ഥലത്തുനിന്നും ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. 2 ഏക്കർ ഭൂമി പോയ മനുഷ്യനാണിത്. എന്തെങ്കിലും കിട്ടിയോ നഷ്ടപരിഹാരം? എനിക്ക് 2 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. 4 കടമുറി ഉണ്ടായി, വീടുണ്ടായി, എല്ലാം ഉണ്ടായിട്ടും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വിഷമമാണ്. ലിസ്റ്റ് വീടിന്റെ സ്ഥലത്തുണ്ട്. പക്ഷെ ഈ ചൂരമല ടൗണിനെ പറ്റി ഒരു കാര്യവും ഗവൺമെന്റ് തീരുമാനിക്കില്ല. സ്ഥലത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. എത്രയോ ജനങ്ങൾക്ക് സ്ഥലമുണ്ട്, അതിനെപ്പറ്റി സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആരോടാ പറയുക? ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് ആരോട് പറഞ്ഞു? ഞങ്ങൾക്ക് പോട്ടെ, എന്റെ കാര്യം മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീടിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവർ ചെയ്തു തരുന്നില്ല.
ഞങ്ങളുടെതൊക്കെ മാറി താമസിക്കാനാണ് പറയുന്നത്, 15,000 രൂപ കൊടുക്കാനാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? വേണ്ടിയിട്ട് പൊതുജനങ്ങളെ കൊടുത്ത് 800 കോടി രൂപയുണ്ട്. ഇത് സർക്കാരിന് പെട്ടിയിൽ വെച്ചിട്ട് അടയിരിക്കാനുള്ളതല്ല. ഇത് സർക്കാരിന് അവകാശപ്പെട്ട പൈസയല്ല. ഞങ്ങൾക്ക് 3 വാർഡുകാർക്കും കൂടെ അവകാശപ്പെട്ട പൈസ. ഇത് അവരെന്തിന് പെട്ടിയിൽ വെച്ച് നേരം പോയിരിക്കുന്നു? ആരുടെ താല്പര്യപ്രകാരമാണിത്? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങളുടെ പണമാണത്. അതിൽ സർക്കാരിന് അവകാശമില്ല. ഞങ്ങളുടെ പണമാണ്. അത് അവർക്ക് പെട്ടിയിൽ വെക്കാൻ കൊടുത്തതല്ല. ഇതൊരു സമരം വെറും സൂചന മാത്രമാണ്. ഇത് ഞങ്ങൾ തുടർ സമരം നടത്തിക്കൊണ്ടേയിരിക്കും. ഈ സർക്കാർ കണ്ണ് തുറക്കുന്നത് വരെ ഞങ്ങൾ സമരം നടത്തും. ഇതുകൊണ്ട് അവസാനിക്കുന്നൊന്നും ഈ ഗവൺമെന്റോ അധികാരികളോ വിചാരിക്കണ്ട. ഇപ്പൊ അപ്പുറം കടത്താൻ വിട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് അപ്പുറം കിടക്കേണ്ട വഴി ഏതാന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഈ നാട്ടിൽ ജനിച്ചു വളർന്ന് ഞങ്ങൾക്കറിയാം അങ്ങോട്ട് കടക്കേണ്ടത് ഏത് വഴിക്കാന്നൊക്കെ. അത് ഞങ്ങളെ കൊണ്ട് വെറുതെ പ്രകോപനം ഉണ്ടാക്കിക്കരുത്. ഞങ്ങൾ ഇതൊരു തുടർ സമരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. അത് എത്ര സർക്കാർ എന്തെല്ലാം മിഷനറി ഉപയോഗിച്ച് തടഞ്ഞാലും ഞങ്ങളെ തടയാൻ കഴിയില്ല. കാരണം ഞങ്ങൾ പെരുവഴിയിൽ നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്കിനി മേലോട്ടും കീഴോട്ടും നോക്കാനൊന്നുമില്ല. ഓക്കെ, ചൂരൽമലയിൽ പ്രതിഷേധിക്കുന്ന ബിൽഡിങ്ങുകളും ഇത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ വൈദ്യുതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്ക് ഒരു വൈദ്യുതി വരുന്നവർക്ക് ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കാനോ വരാനോ പുനർജീവിതം വേണമെന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പുറത്തുനിന്ന് വരുന്നവർക്ക് ഉദ്യോഗസ്ഥന്മാരായാലും മറ്റുള്ളവരായാലും ആർക്കായാലും ഒരു പ്രാവശ്യം വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആ വൈദ്യുതി കിട്ടിയേ പറ്റൂ. വൈദ്യുതി വെള്ളമില്ലാതെ എന്റെ വീട്ടിൽ 10 ആൾക്കാരുണ്ട്. എനിക്ക് അതിന് കിട്ടിയിട്ട് വേണം. ഞാൻ 10-35 വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ഈ ബിൽഡിങ്ങിന്റെ ഓരോ ആൾക്കാരും കാരണം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ മുതലുകളാണ്. ബിൽഡിംഗ് നഷ്ടപ്പെടാത്തവർക്കൊക്കെ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വൈദ്യുതി കൊടുക്കണമെന്നാണ് വിനീതമായിട്ട് ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത്. ഇതുവരെയായിട്ട് ഒരു വീടിന്റെ ഒരു പരിപാടി തുടങ്ങിയില്ല. ആരെങ്കിലും ഒരാളെ വിളിച്ചു കൂട്ടിയിട്ടാലും ഒരു വീട് നോക്കണ്ടേ? ഒരു വീടൊക്കെ തരാന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഈ നാട്ടിൽ. ഒരു വീട് കൊടുക്കാന്ന് പറഞ്ഞ ആളുണ്ട്, 100 വീട് കൊടുക്കാന്ന് പറഞ്ഞ ആളുണ്ട്. ഈ പൈസ ഒക്കെ പാടെ വാങ്ങി വെച്ചുകൊണ്ട് നിന്നിട്ട് എന്താ കാര്യം പറയും? അല്ലെങ്കിൽ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ ആ വീട് ഒന്ന് കെട്ടിത്തരിക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ പോയി ജീവിച്ചോളും ഞങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ പോയി ജീവിക്കില്ല എന്നേലും പറയില്ല. ഏതായാലും ഇതിന് വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നീ അടുത്തൊരു ഉരുൾ പോലെയാണ് ഞങ്ങളെ തലന്റെ മേലെ ഞങ്ങളെ കടങ്ങൾ നിൽക്കുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്താ പറയുക, ഒറ്റ മിനിറ്റ്. ഞങ്ങളെ കടങ്ങള് ഇനി പൊട്ടാൻ പോകുന്ന ഒരു ഉരുൾ പോലെയാണ് ഞങ്ങളെ തലന്റെ മേലെ, ഞങ്ങളെല്ലാവരും തലന്റെ മേലെ നിൽക്കുന്നത്. അത് നിങ്ങൾ ആ ഉരുൾ ചിലപ്പോൾ ഒരു ആത്മഹത്യകളായിട്ടായിരിക്കും സർക്കാരിന് മുന്നിൽ വരിക. എന്താ വെച്ചാൽ ഞങ്ങളിത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെ കടങ്ങൾ ഈ ബാങ്കിൽ. അത് തുച്ഛമായ കടങ്ങളുള്ളൂ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് കോടി ഉറുപ്പികൾ മതി ഞങ്ങളെ കടങ്ങൾ. അടുത്തൊരു ഉരുളാണ് ഞങ്ങളെ തലന്റെ മേലെ നിൽക്കുന്നത്. സർക്കാർ ഓർത്തിരിക്കുന്നതല്ല. ആ ഉരുള് ആത്മഹത്യകളായിട്ടായിരിക്കും നിങ്ങളെ മുന്നിലൊക്കെ വരിക. എന്നുവെച്ചാൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആൾക്കാരാണ്. 92 ഗൾഫിൽ പോയി 32 വർഷം മൊത്തം പോയതാണ് ഞങ്ങളതൊക്കെ. ഒന്നുമില്ല ഇപ്പൊ തെരുവ് തണ്ടിയായിട്ട് നടക്കുക. തറവാടടക്കം, എന്റെ തറവാടടക്കം മൊത്തം പോയതാ. എല്ലാം 26 ആള് പോയി ഞങ്ങളെ ഫാമിലിയിൽ. ഒരു ആനുകൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്താ ചെയ്യാ? അത് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളെ പുനഃസ്ഥാപിക്കുക. ഭയങ്കര വിഷമത്തോടെ ഇതെന്താ ഈ ഒരു പൈസയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത് എങ്ങനെയാ? അതൊന്നും 26 പേര് പോയത്. 26 പേര് അവകാശികളില്ലാത്തോണ്ടാണ്. എന്റെ അനിയനും ഒക്കെ പോയതാണ്. അവന്റെ ഭാര്യ മക്കള് ഒക്കെ ഉണ്ട്. അവകാശികൾ ഞങ്ങളുണ്ട്. ഏട്ടനേന്മാരുണ്ട്. വീട് 2 പ്രാവശ്യം ലിസ്റ്റിൽ പേര് വന്നതാ. പിന്നെ ബാക്കിയുള്ളതിലേക്ക് ചൂരൽമലയിലെ പ്രതിഷേധിക്കുന്ന ആളുകളുടെ ആ ദുരന്ത ബാധിതരുടെ പ്രതികരണമാണ് കേട്ടത്. സർക്കാർ എന്ത് ചെയ്യുകയാണ്? എത്രയോ കുടുംബങ്ങൾ, അതാണ് 1000-ലധികം വീടുകൾ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ ആളുകൾ, സന്നദ്ധ സംഘടനകൾ വന്നിട്ടുണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാകുന്നില്ല. അവർക്ക് അർഹതപ്പെട്ടത് എത്രയും പെട്ടെന്ന് അവരുടെ കൈകളിലേക്ക് എത്തണം എന്നുള്ള പട്ടിക ഒന്നിൽ നിന്ന് രണ്ടാമത് രൂപീകരിക്കുമ്പോൾ പലരുടെയും പേരില്ല. രേഖപ്പെടുത്തിയ പേരുകൾ തന്നെ പലതും അവിടെ ഉള്ള ആളുകളുടെ പേരല്ല. എന്തുകൊണ്ട്? ഇത് ഞങ്ങളുടെ പണമാണ്. ദുരിതാശ്വാസ ഫണ്ട് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, ഞങ്ങളെ ഒന്ന് ജീവിക്കാൻ അനുവദിക്കൂ എന്ന് തുടങ്ങിയിട്ട് പരിവേദനങ്ങളുടെ ഒരു കൊട്ട തന്നെ അവർ പുറത്തേക്ക് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന ആശങ്കയാണ്. ഇത്രയും മാസങ്ങളായല്ലേ ദുരന്തമുണ്ടായി, ഇത്രയും മാസങ്ങളായി, എത്രയും പെട്ടെന്ന് സർക്കാർ നടപ്പാക്കുമെന്ന് പറയുമ്പോഴും ഇനിയും വൈകുന്നതിലും അത് രൂപീകരിക്കുന്നതിലുള്ള ക്രമീകരണങ്ങളിലുള്ള അല്ലെങ്കിൽ പേരുകൾ എഴുതുന്നതിൽ വരെ ഉണ്ടാകുന്ന തെറ്റുകളൊക്കെ, പാളിച്ചകളും വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അവിടെ കുടിലുകെട്ടി പ്രതിഷേധം നടക്കുന്നത്. അതിനിടയിൽ സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും കുറച്ച് സംയമനവും സമാധാനവും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്.